ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ഫിഷ് തയ്യാറാക്കി എടുക്കാം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായി 400 ഗ്രാം അളവിലുള്ള കേരച്ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. മീനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടിയാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഒരു വലിയ ഗ്രീൻ ക്യാപ്സിക്കവും 2 സവാളയും വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുത്ത മീൻ ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോ കഷ്ണങ്ങളായി ഇട്ടുകൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിൻ്റെ ഒരു പുറം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്ത് മറുപുറം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മീനെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. മീൻ വറുത്ത് കോരിയതിനു ശേഷം അധികമുള്ള എണ്ണയിൽ നിന്നും കുറച്ചെടുത്തൊന്ന് മാറ്റിവെക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സവാളയിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും വലുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തതാണ്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി കൊടുക്കാം.
ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തൊന്നിളക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ സ്ലറിയാണ്. 1.5 ടീസ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്താണ് ഈ കോൺഫ്ലോർ സ്ലറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഫിഷ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.